ഈ വിഷയത്തിൽ ഇപ്പോൾ കുട്ടിയുടെ പിതാവിനും കുട്ടിക്കും ഒന്നും പരാതിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ മുതൽ തന്നെ കുട്ടി ഈ നേരത്തെ എങ്ങനെ വന്നിരുന്നോ അതേപടി തന്നെ സ്കൂളിൽ പോകാനിരിക്കവെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുകയും ഇപ്പോൾ PT അടക്കം ആ നിലപാടിൽ നിന്ന് തങ്ങൾ മാറിയിട്ടില്ല എന്ന് പറയുകയും ചെയ്തത്. ഈ വിഷയത്തിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. PTA പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് SDP മണ്ഡലം പ്രസിഡന്റാണ് ഈ വിഷയം തുടങ്ങി വയ്ക്കുന്നത്. PTA പ്രസിഡന്റ് BJPയുമായി ചേർന്ന് നിൽക്കുന്ന NPP എന്ന പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു കൈവിട്ടു പോകുന്ന രാഷ്ട്രീയ വിഷയമായി മാറും. ഇന്നലെ ഹൈബീഡിനൊക്കെ വന്ന ഒത്തുതീർപ്പ് ഫോർമുലയിൽ കാര്യങ്ങളൊക്കെ പരിഹരിച്ചതാണ്. ഇന്നിപ്പോൾ ദീപികയുടെ മുഖപ്രസംഗവും വരുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ ആ കുട്ടി വന്ന് പഠിച്ചു പോവുക എന്നതിനും അപ്പുറത്തേക്ക് രാഷ്ട്രീയ വിഷയമായി വളരുന്നത് ദോഷം ചെയ്യില്ലേ ലേബി? ഡോക്ടർ തീർച്ചയായും. അതായത് ഇപ്പോൾ സുനിഷ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം കുട്ടിയുടെ പിതാവ് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്താതിരിക്കാൻ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കാകില്ല എന്നുള്ളതാണ്. എന്നാൽ അവിടെ ഒരു കാര്യമുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് അനുനയ ചർച്ച നടത്തി കുട്ടിയുടെ പിതാവിന്റെ പരാതിയെല്ലാം തീർത്ത് കുട്ടിയുടെ പിതാവ് തന്നെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, വിവാദത്തിൽ ഇടയായതിൽ വിഷമമുണ്ട്, അതുകൊണ്ട് തന്നെ നാളെ മുതൽ യൂണിഫോം ധരിച്ചുകൊണ്ട് കുട്ടി വരും എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പ്രതികരിക്കുകയും ചെയ്തു. അങ്ങനെ പ്രശ്നം അവസാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വൈകുന്നേരത്തോടുകൂടി ഇത്തരത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് ചെല്ലുന്നത്. അവിടെ നിന്നാണ് വീണ്ടും ഇതിപ്പോൾ ദീപിക ഏറ്റെടുത്തിരിക്കുന്നു. ദീപിക എന്ന് പറയുമ്പോൾ ഇത് ഈ സ്കൂള് എന്ന് പറയുന്നത് ലത്തീൻ സഭയ്ക്ക് കീഴിലുള്ള സ്കൂളാണ്. ദീപിക ആകട്ടെ ഇത് സിറോ മലബാർ സഭയ്ക്ക് പ്രാധാന്യമുള്ള പത്രവുമാണ്. ഇത്തരത്തിൽ ലത്തീൻ സഭയുടെ വിഷയത്തിലാണ് ഇത്ര അഗ്രസീവായി ഇപ്പോൾ ദീപിക തന്നെ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ദീപികയുടെ മുഖപ്രസംഗവും ഡോക്ടർ അരുൺ ശ്രദ്ധിച്ചല്ലോ, വളരെ അഗ്രസീവായിട്ടാണ്. അതായത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇത്തരത്തിൽ ഒരു മതപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മതശാഠ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്നവരെ നിയന്ത്രിക്കണം, ഇത്തരത്തിൽ ക്രമസമാധാന അന്തരീക്ഷം തകർക്കുന്നവരെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഇതിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകിക്കൊണ്ടാണ് ദീപികയുടെ മുഖപ്രസംഗം വന്നിരിക്കുന്നത്. KCBC ആകട്ടെ KCBC ഇക്കാര്യത്തിൽ പ്രത്യക്ഷമായ നിലപാട് സ്വീകരിച്ചില്ല. KCBC ആണ് നിലപാട് പറയേണ്ടത്. പക്ഷേ KCBC പ്രത്യക്ഷമായി രംഗത്ത് വന്നിട്ടില്ല എങ്കിലും KCBCയുടെ നിലപാടും വ്യക്തമാണ്. അതായത് KCBC ഇക്കാര്യത്തിൽ പൂർണ്ണമായും മാനേജ്മെന്റിനൊപ്പമാണ്. ഏതായാലും ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ അത് സ്വാഭാവികമായി ഒരു ആശയക്കുഴപ്പമുണ്ടാകും. മറ്റൊരു കാര്യം കൂടി ഡോക്ടർ അരുൺ, കുട്ടിയുടെ പിതാവ് ഇന്നു മുതൽ സ്കൂളിൽ കുട്ടി വരുമെന്ന് അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഈ സാഹചര്യം മാറിമറിഞ്ഞ സാഹചര്യം കൊണ്ടാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പുതിയ ഉത്തരവ് വന്ന സാഹചര്യത്തിലാണോ കുട്ടി ഇന്ന് വരാത്തത്? കുട്ടിയുടെ അച്ഛന്റെ തീരുമാനം മാറുമോ? ഇതൊക്കെ ഏതായാലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഡോക്ടർ അരുൺ. ഓക്കെ, കുട്ടിയും മാഷും കുട്ടിയും സിലബസും തമ്മിലുള്ള കാര്യമാണ്. അതിലൊരു കാരണവശാലും പുറത്തുനിന്ന് രാഷ്ട്രീയ നേതാക്കൾ കയറി അഭിപ്രായം പറഞ്ഞത് കുളമാക്കരുത്. ആ കുട്ടിക്ക് പഠിക്കാനുള്ള അവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതാണ് ഏറ്റവും മൗലികമായിട്ടുള്ള അവകാശം എന്നാണ് ഞാനും കരുതുന്നത്. ആർട്ടിക്കിൾ 21A പ്രകാരം റൈറ്റ് ടു ഫ്രീഡം ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. അതുപ്രകാരം ആ കുട്ടിക്ക് ലഭിക്കേണ്ട അവകാശമുണ്ടല്ലോ. ആ അവകാശം ഈ വിവാദങ്ങളുടെ പുറത്ത് നിഷേധിക്കപ്പെടരുത്.